താൻ കൂലിവേലക്കിടെ പഴയ സഹപാഠിയുടെ കളിയാക്കൽ ഏറ്റുവാങ്ങിയതും അന്ന് ആദ്യമായി താൻ പൊട്ടിക്കരഞ്ഞതിനെപ്പറ്റിയും കൂലി സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രജനീകാന്ത് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചിട്ട് ഈ ഓഗസ്റ്റ് 15-ന് 50 വർഷങ്ങൾ തികയുകയാണ്. ഇന്ത്യൻ സിനിമാ രംഗം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രചോദനം നൽകുന്ന ജീവിതങ്ങളിലൊന്നാണ് തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാറിൻ്റേത്. സിനിമയിൽ എത്തുന്നതിന് മുൻപ് ബസ് കണ്ടക്ടറായും അതിനു മുൻപ് ഒരു കൂലിയായിട്ടുമൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിൽ 50-ാം വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ തിയേറ്ററിലെത്തുന്ന രജനീകാന്ത് ചിത്രത്തിന്റെ പേര് കൂലി എന്നാണെന്നത് കൗതുകമാവുകയാണ്. അടുത്തിടെ ചെന്നൈയിൽ വെച്ച് നടന്ന കൂലി ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ സദസ്സിനോട് സംസാരിച്ച് രജനീകാന്ത് ചർച്ചാ വിഷയമായി. അദ്ദേഹത്തിന്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് അത്ര രസിച്ചിട്ടില്ലെങ്കിലും മറ്റു ചില വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകർക്ക് ഏറെ വേദനയും അതേസമയം പ്രചോദനവുമായിരിക്കുകയാണ്. രജനീകാന്ത് താൻ യഥാർത്ഥ ജീവിതത്തിൽ കൂലിവേല ചെയ്തതിനെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലാണ് വൈറലാവുന്നത്. പഠിത്തം കഴിഞ്ഞ് ജോലിയൊന്നും ആവാതിരുന്ന സമയത്ത് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ കൂലിത്തൊഴിൽ ചെയ്യാൻ ഇറങ്ങിയെന്ന് സൂപ്പർ സ്റ്റാർ ഓർത്തെടുത്തു. ഒരു ദിവസം ചുമടെടുത്ത് അടുത്തുള്ള സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നു. പിന്നെ അവിടെ എത്തിപ്പെടാൻ വീണ്ടും ആ ഭാരമെടുത്ത് കുറേ ദൂരം അലയേണ്ടി വന്നു. ആ സമയത്ത് വഴിയിലുണ്ടായിരുന്ന വാഹനങ്ങളിൽ വന്നവരൊക്കെ തിരക്കുള്ള റോഡിലേക്ക് ചുമടുമായി വന്നതിന് രജനീകാന്തിനെ കണക്കിന് വഴക്ക് പറയുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ രജനീകാന്തിന് ആ ചുമടിൻ്റെ ഉടമ 2 രൂപ കൂലിയായി കൊടുത്തു. അയാളെ കണ്ട സൂപ്പർ സ്റ്റാർ ഞെട്ടി. കാരണം അത് പഴയ ക്ലാസ്മേറ്റ് മുനിസ്വാമി ആയിരുന്നു. എന്നാൽ രജനിയുടെ ആ അവസ്ഥ കണ്ട ആ നിമിഷം അയാൾ അദ്ദേഹത്തെ കണക്കിന് പരിഹസിച്ച് ചിരിച്ചു. എന്നെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവൻ പണ്ടൊക്കെ എന്തൊരു അഹങ്കാരമായിരുന്നു നിനക്കെന്ന് പറഞ്ഞ് എൻ്റെ ജോലിയെ പരിഹസിച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി പൊട്ടിക്കരഞ്ഞത് അന്നായിരുന്നു. ഒരു വിങ്ങലോടുകൂടി ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ സംസാരിച്ച രജനീകാന്ത് ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് വേദിയിലിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതയുടെ കണ്ണുകൾ നിറയുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചടങ്ങിൻ്റെ വീഡിയോയിൽ കാണാം. എന്തായാലും കാര്യങ്ങൾ മാറിമറിയാൻ അധികം നാൾ വേണ്ടി വന്നില്ല. ബസ് കണ്ടക്ടറായി ജോലിക്ക് കയറിയ രജനീകാന്ത് ഒപ്പം നാടകാഭിനയവും തുടങ്ങി. മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അഭിനയം പഠിച്ച സ്റ്റൈലൻ ചെറുപ്പക്കാരനെ സംവിധായകൻ കെ ബാലചന്ദ്രൻ ശ്രദ്ധിച്ചു. അങ്ങനെ 1975-ൽ അപൂർവരാഗങ്ങൾ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സിനിമാ ജീവിതം തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക.